വൈകി ഗൈസ്. ഇപ്പൊ സമയം 5:30 ആയിക്കണ്. നമുക്ക് 5 മണിക്കാണ് എയർപോർട്ടിൽ എത്തേണ്ടത്. പക്ഷേ ഇപ്പൊ 5:30 ആയിക്കണ്. നമ്മളിന്ന് ബാംഗ്ലൂർക്ക് പോവാണ്. അപ്പോൾ നേരം വെക്കിക്കൊണ്ട് നമ്മൾ പോവാണ്. അപ്പോൾ സാബും ഓക്കെ ബൈ ബൈ. നമ്മൾ വണ്ടി പെടാണ് 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ വരും. അപ്പോൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് തന്നെ പോവാണ്. ഇനി വൈന് വേറെ ഒരാളെ വിളിച്ചാൽ നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇട്ടിട്ട് പോവാം. നേരം വൈകിക്കണം 5:40 ആയിക്കണ്. 5 മണിക്ക് 5:30 ഇവിടെ എത്തണ്ട. കുഴപ്പമില്ല പോയതാ. നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തിക്കുന്നതിനാണ്. അപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ട് തൊട്ടടുത്ത് പോവാണ്. എഴുതിയൊക്കെ വല്ല വെള്ളൂരിനാട് ചോട്ടുന്ന പോലെ ചോട്ടി. വെള്ളൂരിനാട് എക്സ്പ്രസ് ഞങ്ങളോട് ബസ് ലൈൻ ബസ് അതിൻ്റെ അങ്ങനത്തെ ഒക്കെ ഒരു സൗണ്ട്. എന്താ സംഭവം എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ ഒരു തുണക്കാരൻ പറഞ്ഞാണ് ഈ എയറിൻ്റെ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ വലിയ വലിയ ഖത്തർ എയർവേസ് എമിറേറ്റ്സ് ഓലൊക്കെ വിൽക്കണ വണ്ടി സെക്കൻഡിൻ്റെ എടുക്കണ വണ്ടിയാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് അങ്ങനെ കാണണം. എനിക്ക് അങ്ങനെ തോന്നുന്നത്. വെള്ളൂരിനാടൊക്കെ ചോട്ടുമ്പോൾ ഉണ്ടാവില്ല ഒരു സൗണ്ട്. ആ ഒരു സൗണ്ടൊക്കെ. അപ്പൊ നമ്മൾ എന്തായാലും നമ്മള് ഊബർ ചേട്ടൻ്റെ ഒപ്പം നമ്മൾ ബാംഗ്ലൂർ സിറ്റി നമ്മളെ റൂമിക്ക് പോവാണ്. നമ്മളല്ല എൻ്റെ ചങ്ങായിൻ്റെ റൂമിക്ക് പോവാണ്. അപ്പൊ അങ്ങോട്ടാ പോണേ. അങ്ങനെ നമ്മൾ അഫീഫിന്റെ ബാംഗ്ലൂർ എത്തിക്കണം. നമ്മൾ അഫീഫിന്റെ റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അഫീഫ്. ആ നായിന്റെ മാല കടിക്കോ? നമുക്ക് പേടിയില്ലല്ലോ. ഇവിടെയാണ് ഓണർ എന്തിനു പരമച്ചറ്റയാണ്. കാരണം എന്താ വെച്ചാല് ഈ ചെറുപ്പം ഇവൻ കിട്ടിയിട്ടില്ലല്ലേ, അടി കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ ഓണറല്ല, വേറൊരു ഓണറുണ്ട്. ആളുണ്ടല്ലോ എന്റെ ചങ്ങായിമാരൊക്കെ ഒച്ച ഉണ്ടാക്കിയിട്ടേ അവിടെ റൂമിൽ ഒച്ചമ്പാട് ഉണ്ടാക്കിയിട്ട് പൈപ്പില്ല, PVC പൈപ്പ്, അവിടെ 4 പൊളി എടുത്തിട്ട് ഇവിടുത്തെ കജ്ജക്കണ് വീങ്ങിട്ട്. ഇതാണ് നമ്മുടെ റൂം. ആരൊക്കെ ഉണ്ട് നോക്കാം നമുക്ക്. എല്ലാവരും കാണുന്നില്ല. ക്ലാസ്സിനും അതെല്ലാവരും കടന്നുറങ്ങാണ്. ഇവലെ പെരക്കാർ കാണണേ കണ്ടോളി ഒക്കെ കടന്നുറങ്ങാണ്. ഇപ്പം പിന്നെ രാവിലെ തന്നെ നീച്ചിട്ട് ഓൻകോൻ്റെ ലൈനിന് വിളിച്ചാൽ വേണ്ടിയിട്ട് രാവിലെ 6 മണിക്ക് അലാറം വെച്ച് നീക്കും. കാരണം എന്താ വെച്ചാൽ ലൈന് 6 മണിക്ക് മദ്രസയ്ക്ക് പോകാൻ നീച്ചു. അപ്പോൾ വിളിക്കും. കൊയങ്ങി ഓ ചെക്കൻ്റെ ഒരു സ്നേഹം നോക്കിയാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളെ ഇവിടെ നമ്മളെ കൊല്ലം ഫീതൻ്റെ ഒക്കെ റൂം. കൊല്ലം ഫീതൊക്കെയാണ്. കൊല്ലം ഫീത പിന്നെ ചങ്ക ആരാ ഒന്നും അറിയാത്ത പോലെ പോടാ, ഒന്നും അറിയാത്ത പോലെയാണ് അഭിനയിക്കട്ടോ. ഞാൻ ഒക്കെടും ഓക്കെ. അപ്പോൾ കൊല്ലം ഫീത കോളേജ് മാറിയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ വിവരം. ബൈ. നീച്ചിക്കണെന്നറിയോ? ഞാൻ വിളിച്ചിട്ട് നീച്ചിട്ടില്ല. കൊല്ലം ഫിദന്റെ പേര് കണ്ട് നീച്ചിക്ക അത്ര. കൊല്ലം ഫിദനെ എനക്കറിയൂലേ? ആരാ എനക്കറിയൂല? എനക്കറിയൂല? അല്ല പഠിച്ചോനെ, എന്താ എന്റെ കുട്ടീന്റെ ആരാണ് കൊല്ലം ഫിദനെ എനക്കറിയൂല? ഞാൻ ഇവലെ കോളേജിലൊന്നുമല്ല, പക്ഷെ എനിക്ക് കൊല്ലം ഫിദനെ അറിയാം. ഇവലൊക്കെ പറഞ്ഞിട്ടേ നമുക്കറിയില്ല. അല്ല ഞാൻ കുപ്പായിട്ടില്ല. ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. എന്താ ഫേ ഒരു എന്താ ഞാൻ കാട്ടാ. അപ്പൊ ശകുനം വന്ന് കേറിയില്ലേ. ഇതൊക്കെ ആരൊക്കെയാണ്? മോഡൽ റാഷു എല്ലാരും ഉണ്ട്. നല്ല രാജ്യസ്നേഹമുള്ള ചെക്കന്മാരാ. ഇവിടെ ഇന്ത്യന്റെ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. ഇതെന്തിനാ ബൈക്കല്? ഇത് രാജ്യസ്നേഹമാണ് കേട്ടോ ഗൈസ്. അപ്പൊ വന്നിട്ട് ഒരു കടന്ന് ഉറങ്ങി. നമുക്ക് രാവിലെ നീച്ചിട്ട് ഉറക്കത്തിന്റെ ഒരു ക്ഷീണം ഉണ്ടായിന്. അപ്പൊ അതൊക്കെ പോയി. ഇനിയിപ്പോ എനിക്ക് താടി പഠിക്കാൻ ഷേവ് സെറ്റ് വാങ്ങാൻ പോവാൻ. എനിക്കൊരു പ്രശ്നമുണ്ട്, 2 ദിവസം കൂടുമ്പോ ഇങ്ങനെ താടി വരും. നല്ല കട്ട താടി വരുന്നേ. നിങ്ങൾക്ക് വരും. അതാണ്. പക്ഷെ എന്താ വെച്ചാല് എനിക്ക് താടി വന്നു കഴിഞ്ഞാലേ ഇവിടെ ഒരു ഫേസിന് ആ ഒരു കറുത്ത പോലെ ഫീൽ ചെയ്യുക. അതൊക്കെ ഇവിടെ. പക്ഷെ എനിക്ക് താടില്ലാതാണ് എല്ലാവരും രസം എന്നാ പറയണേ. ഇനി ഇൻസ്റ്റഗ്രാമിൽ ഒരു മറ്റേ നായ പോലെ ആ ചുട്ടിങ്ങനെ പിടിച്ചിട്ടൊക്കെയല്ല ഓൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ട്രോൾ ചെയ്തു. ട്രോളിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു സന്തോഷം കിട്ടുകയാണെങ്കിൽ ട്രോളിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി മറ്റേ കുഴപ്പമൊന്നുമില്ല. ഞാൻ താടി പഠിക്കാൻ പോവാണ്. അപ്പൊ അതിന് പോവാണ്. ഓക്കെ. നമ്മളെ അയലൊക്കത്തിൻ്റെ വീഡിയോക്ക് തന്നെ പോകണം. ഇപ്പം നമ്മളെ റൂമിൽ അവിടെ വീഡിയോയിലാണ് നമ്മൾ ഷേവ് സെറ്റ് വാങ്ങാൻ പോണത്. ഒക്കെ ശരി മുത്താനൊക്കെ എന്നിട്ട്
ചെന്നോ ഉള്ളിക്കല്ലേ ആ ചെന്നോ ഇംഗ്ലീഷ് അക്കനോട് ഇംഗ്ലീഷോ ചെന്നോ 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 ആ എന്നെ കാണാം അക്കനോട് ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ അത് ബാംഗ്ലൂര് ഹള്ളിയില് അക്കൊക്കെ ഇവിടെ കന്നഡ ഞാൻ നേരെ അറിയില്ല ആ One blade only, no. The 3 blade, 1, 2, 3, no. അവിടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ പിന്നെ എന്താ വെള്ളം ഉണ്ടല്ലേ വാട്ടർ ക്യാ ആ അതന്നെ മോനെ ആടി പിടിക്കാണ് ഓക്കെ ഓക്കെ ഫിനിഷ് ചെയ്യുന്നു വെള്ളം ഉണ്ടല്ലേ ഇതൊക്കെ വെള്ളം ആ നോട്ട് ദാറ്റ് അക്ക കൂൾ ഡ്രിങ്ക്സ് നാരങ്ങ ചോട ഉണ്ടോ നാരങ്ങ ചോട തലശ്ശേരി ഏതോ വേണ്ട അതിൽ ഏതോ വേണ്ടെന്ന് ഞാൻ എന്താ അവിടെ താത്താനോട് ചോദിച്ചിരുന്നെന്ന് അറിയോ ഇതിനാകെ ഒരു ബ്ലേഡ് ഉള്ളല്ലോ അതിന് നല്ലപോലെ സ്മൂത്ത് ആയിട്ട് നമ്മളത് വരില്ല പിന്നെ 3 ബ്ലേഡൊക്കെ ഉണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് ഇത് ഇങ്ങനെ ഇടങ്ങാറാവാൻ പറ്റും ഈ താടി ഇങ്ങനെ വരികയാണ് ഈ താടി വരല് കുറച്ച് കുറക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നല്ല എനിക്ക് താടി വേണം പക്ഷെ നല്ല ഇങ്ങോട്ട് വേണ്ട ഇതേപോലെ കട്ട താടി വേണ്ട കുറച്ചുണ്ടായാൽ മതി ഇനി ഇതൊക്കെ പറയുമ്പോൾ ആ ചുണ്ടിങ്ങനെ പിടിച്ചൊരു ട്രോളാൻ വരും പഠിച്ചോനെ ട്രോളാനല്ല ഓനൊരുമാതിരി മറ്റേ മനുഷ്യനൊരു മറ്റേതാക്കണ ട്രോളല്ല നമ്മളൊരു മറ്റേ സാധനം ആക്കൂലേ ആ അതാണ് പ്രശ്നം ബിദ്രള്ളി വന്ന അക്കനോട് എന്തിനാ ഇംഗ്ലീഷ് അറിയണേ കാരണം നമ്മക്ക് അതല്ലേ അറിയുള്ളൂ അങ്ങോട്ട് ഇംഗ്ലീഷ് ആരാ പറഞ്ഞോ അതും അറിയില്ല അറിയണപ്പ അതല്ലേ മൗണ്ട് ഐഡി ഒന്നും ആരും കുടിക്കരുത് കേട്ടോ ഇത് എന്തൊക്കെ കേടൊക്കെയാണ് റൂം ഇതാണേ റൂമിൽ കുളിച്ച് ഇത്ര വരെയൊക്കെ ഞങ്ങളെ അപ്പാർട്ട്മെന്റിന്റെ ഡിസൈനാണ് ഞങ്ങളില്ല എന്റെ അപ്പാർട്ട്മെന്റ് ടോപ്പാണ് ഫർണിച്ചറൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞങ്ങളെ അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റിൽ എത്ര റെന്റ് 9 പക്ഷെ ഞങ്ങളെ ടോപ്പാണ് ഞങ്ങൾ അത്ര വലിപ്പല്ലേ അതേപോലെ കോണി കയറണ്ടേ ഞാൻ വണ്ടി പാർക്കിൽ ഡയറക്റ്റ് നമ്മൾ കൊടുക്കാം പൊടി വളർത്തണ്ടാവും റൂമിൽ നല്ല റെസിഡൻഷ്യൽ ഏരിയ എക്സ്പെർട്ട് ആണോ ഇതേപോലെ മൈക്രോവേഷൻ ഇങ്ങനെ നടന്നില്ലേ ഈ റൂമിൽ 2 വസന്തങ്ങൾ അടി പഠിച്ചാൻ പോവാണേ നല്ല ടീഷർട്ടുകൾ ഒന്നും ഇവിടെ ഇല്ല അല്ല അതല്ല മറ്റേ ഇതിന്റെ ഷോപ്പില് സൂപ്പർ സ്റ്റോർ കാര്യം പറഞ്ഞോളാം സൂപ്പർ സ്റ്റോർ നമ്മള് വല്ലാതെ ഒഴിവാക്കാൻ പോവാണ് അത് ഞാൻ വല്ല പറയാം എന്താ സംഭവം എന്ന് വെച്ചാല് നമുക്ക് പിന്നെ പറയാം കുറെ പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ അവസ്ഥ നമുക്ക് ഷേവിങ് ജെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മള് ക്ലൻസർ വെച്ചിട്ടാണ് മിനു ഡോക്ടറാണ് മിനു ഡോക്ടറിന്റെ ക്ലൻസറാണ് അപ്പൊ ഡബിൾ യൂസും താടി പഠിക്കാൻ യൂസ് ചെയ്യാം താടി പഠിച്ചാൽ എന്റെ മോനെ എന്നെ കാണാനായിട്ട് ചോദിക്കാറുണ്ട് നമ്മള് നാളെ കോളേജിൽ പോട്ടോ ടോപ്പ് കോളേജാ താടി പഠിക്കുന്ന പോലെയാണ് കമ്മത്തി പട്ട താടി വേണ്ടേ
കുറച്ച് പാടാം. ഓ ഇത്ര കണ്ടു പഠിക്കാൻ അന്നേരം പഠിച്ചില്ല കേട്ടോ. ഇത് നേരെ അടിച്ചില്ലായിരുന്നു. എനിക്ക് താടി ഒന്നും ട്രിമ്മിങ് ആണ് ഫുള്ള്. കാട്ടി വരുന്നുണ്ട് നോക്ക്. താടി വരുള്ളൂ. പിന്നെ അല്ല ആ ഫുള്ളാ സീറോന്റെ ട്രിമ്മർ പഠിച്ചതിന്റെ ട്രിം ചെയ്യാം. പക്ഷെ എനിക്ക് പോരെ ആക്കെ എന്നേനും അവിടെ എന്റെ മിച്ചർ ഉണ്ടാവും ചിലപ്പോ. ആ മറയിൽ എവിടെയും തപ്പിയോക്ക് ഏതെങ്കിലും തുണികളുടെ അടിയിൽ ഉണ്ടാവും. മിച്ചർ അപ്പുറം ചോദിച്ചു. കമോൺ 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 മിച്ചർ 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 ഇതാ ഇതിന്റെ അടിയിൽ ഉണ്ടാവും. അപ്പൊ ഒളിപ്പിച്ചേക്കില്ല. ബദാമിന്റെ പ്രോട്ടീൻ ബേക്കറി കട ഉണ്ട് കേട്ടോ. ബദാം പ്രോട്ടീൻ അത് തേറ്റോ. അത് ബദാമാണ് അത് തേല്ലാരും. ഇതിനെങ്ങനെയൊക്കെ പഠിക്കേണ്ട ഒരു ശൈലിയൊക്കെ ഉണ്ട്. അത് നമുക്കറിയാം. നമുക്കറിയില്ല. നമ്മൾ അറിഞ്ഞ പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ സാധനം വെറുതെ ഒറ്റ ബ്ലേഡ്. പക്ഷെ ബ്ലഡ് വരുന്നുണ്ട്. ബ്ലഡ് വരുന്നോ? ചെറുതായിട്ട്. അത് പ്രൊഫഷണൽ ആൾക്കാർ പഠിക്കുമ്പോ അങ്ങനെ വരും. മുട്ടായി ഡേറ്റ് നോക്ക്. മുട്ടായി ഡേറ്റ് ഉണ്ടോക്കി നോക്ക്. ഏയ് ഇപ്പൊ സെറ്റ് ആയില്ലേ? കൽവിൽ പ്രേമം ഈത്തപ്പഴം ബദാം ഉള്ളിൽ ബദാമൊക്കെ ടോപ്പല്ലേ? ടോപ്പായിട്ടൊന്നുമില്ല. ഭാവിക്കുന്നു ഇടുമ്പോ പിന്നെ എന്താ കാട്ടാലും ഇന്നത്തെ ലാഭം. വീഡിയോ വായിക്കില്ല അപ്പോൾ എടാ ഈത്തപ്പഴം ബദാമോടാ. ഈത്തപ്പഴം വെളുക്കുമാവേ വെളുക്കും. അതിന്റെ ഉള്ളിലുണ്ടോ തപ്പിയൊക്കെ. സവായിൽ ബദാമില്ലേ? നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്ത ഷേവിംഗ് സെറ്റ് പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ സാധനം എന്താ വെച്ചാൽ അത് കേടാണ്. ഒരു വട്ടം എത്ര വട്ടം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കണ്ടോ ഗൈസ്, ബാവന്റെ മുഖച്ചായ മാറി കണ്ടോ. ഷാറുഖ് ഖാനായില്ലേ? ഷാറുഖ് ഖാനില്ല, ഷുക്കൂർ ഖാനായിരുന്നു. ഞാൻ താടി പഠിച്ച വേറെ തന്നെ പോലെ. പിന്നീട് എല്ലാരും പറയുന്നു താടി പഠിച്ചതിന്റെ സീനവാ. ഇനി നമുക്ക് പോകണ്ടേ ഭാരതന്റെ അവിടെ പോലെ. അങ്ങനെ നമ്മള് എന്റെ റൂമിക്ക് പോവാണ്. ഞങ്ങൾക്ക് നാളെ കോളേജിൽ പോകണം. അപ്പൊ എന്റെ റൂമിൽ നിന്ന് നടന്നാളിൽ പോവാൻ എളുപ്പം. അവിടുന്ന് നാളെ ഞാൻ എങ്ങനെ കോളേജിൽ പോകും? വണ്ടിയില്ല. അതെ ചെക്കന്മാരുടെ അവിടെ. അപ്പൊ അവിടേക്ക് പോവാണ്. സവാസ് പൾബർ സവാസ് പറഞ്ഞോ. ഒരു കോമഡി ഉണ്ട്. ഇവനായിട്ട് വീഡിയോ എടുക്കാൻ കൊടുത്താ പകുതി ഇട്ടിട്ടുണ്ടോ പിന്നെ വീഡിയോ ഓണാക്കാൻ മറന്നിക്കണം. നമ്മളിപ്പോ നെയ്ച്ചോറ് കഴിക്കാൻ മറന്നിട്ടാണ് കഫേസ്കാർക്ക്, കൊത്തന്നൂരിലെ കഫേസ്കാർക്ക്. പിന്നെ ബാംഗ്ലൂരിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നെയ്ച്ചോറ് പെടുത്താണ് കഫേസ്കാർക്കാണ്. ഇനി ഉണ്ടാവട്ടോ എനിക്കറിയില്ല. നമ്മൾ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്താണ്. നോമ്പിനെന്ന് പറയില്ലേ നമ്മൾ രാത്രി കഴിച്ചിക്കണേ അങ്ങനെ പറയണം. കഴിച്ചാൽ വെച്ചിട്ട് എനിക്ക് ഇവിടുത്തെ നെയ്ച്ചോറ് ഇഷ്ടം. ബാക്കിയുള്ളതൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ ആരാക്കാൻ സൗണ്ടാണ്. മൈക്ക് വാങ്ങിക്കോ. നമ്മൾ 65 കഴിച്ചു. അതപ്പോ കിട്ടിയ 65 ഇങ്ങനെ അല്ലല്ലോ നമ്മളവിടെ ഉണ്ടാവില്ല. എന്തൊക്കെയാ സാധനം.